അന്നത്തെ ദിവസം യുവാന്റെ മാത്രം ബർത്ത്ഡേ ആയിരുന്നില്ല. മറിച്ച് ജീനാന്റെ കൂടി ബർത്ത്ഡേ ആയിരുന്നു. ഈ ഒരു വിവരമൊക്കെ ജീനാന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഹോലിയും അവൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഒക്കെ ഒരുക്കി വെക്കുന്നു. ഇപ്പോൾ കഫേയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ജീനാന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും ഒരുപാട് ഹാപ്പി ആകുന്നു. സോ അവരങ്ങനെ എൻജോയ് ചെയ്തൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു കഫേയുടെ ഓണറും അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് നൽകുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ജീനാന്റെ ഫ്രണ്ട് ഹോലിയും ചേർന്നിട്ട് സെലക്ട് ചെയ്തതാണെന്ന് ഓണർ പറഞ്ഞതിന് ശേഷം ആ ഗിഫ്റ്റ് തുറന്നു നോക്കുന്ന അവളും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ ഷൂസ് ഒക്കെ കാണുകയാണ്. സോ ഇപ്പോൾ അവളും അവൾക്ക് കിട്ടിയിട്ടുള്ള ഷൂസും ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഫംഗ്ഷൻ കൂടുവാനായിട്ട് എത്തുന്ന സമയത്ത് അവളെ ആ ഒരു ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഹൂലിയും ഒരുപാട് ഹാപ്പി ആകുന്നു. കൂടാതെ അവളുമായിട്ട് ഒന്നിച്ച് ഡാൻസ് ചെയ്യുവാനായിട്ട് ഹൂലി സമ്മതിക്കുമ്പോഴത്തേക്കും കഫേയുടെ ഓണറും അവർക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ഒക്കെ വായിക്കുന്നു. സോ അവരും അങ്ങനെ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ജീനാനും താനൊരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഇതിനെ കാണുന്നതെന്ന് ഓർക്കുകയാണ്. ശരിക്കും സിൻഡ്രല്ലയുടെ സ്റ്റോറിയൊക്കെ പറയുന്ന രീതിക്ക് തന്റെ സ്റ്റോറിയും ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ അപ്രത്യക്ഷമാകുമോ എന്നൊരു പേടി മാത്രമായിരുന്നു അവളുടെ ഉള്ളിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ജിനാൻ ഒരുപാട് മദ്യപിച്ച് വെളിവില്ലാതെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്റെ അമ്മ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആകാശത്ത് ഒരു സ്റ്റാർ ആയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും നീ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറയുകയാണ്. അവളും അവൾക്കിപ്പോൾ ഫ്രണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കഫേയുടെ ഓണർ ഉണ്ട്, മാത്രമല്ല ഹൂലിയും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. തനിക്ക് ശരിക്കും ഇവരെല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് തോന്നുന്നു എന്നും പറയുന്നു. മാത്രമല്ല ഹോലി ഇപ്പോൾ തന്റെ അടുത്ത് വളരെ നല്ല രീതിക്കാണ് പെരുമാറുന്നത്. അതിന്റെ കാര്യമൊന്നുമില്ല. ഭാവിയിൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന രീതിക്ക് അവൾ പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ലോകത്ത് നിന്നെ മാത്രമാണ് അറിയാവുന്നത്, നിന്നെ മാത്രമാണ് ഓർമ്മയുള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരിക്കലും വെറുക്കുകയില്ല എന്ന് ഹോലിയും പറയുന്നു. കൂടാതെ ഹീൽസ് ഒക്കെ ഇട്ടിട്ട് അവൾക്ക് കാലിന് വേദന എടുക്കുന്നത് കൊണ്ട് തന്നെ ഹോലിയും അവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞുവെന്ന് നീ പിന്നീട് അറിയുകയാണെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നൊരു ചോദ്യമൊക്കെ ഹോലിയുടെ അടുത്തായിട്ട് ജീനാനും ചോദിക്കുന്നു. പക്ഷേ മനുഷ്യര് കള്ളമൊക്കെ പറയുന്നതാണ്, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞെന്ന് വല്ലതും ഞാൻ അറിയുകയാണെങ്കിൽ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയില്ല എന്നായിരുന്നു അവന്റെ മറുപടി. അതൊക്കെ കേട്ട് അവളും ഒരുപാട് ഹാപ്പി ആകുന്നു. പിന്നീട് എന്ത് കള്ളമാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹൂലി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവനെ കാണുവാനായിട്ട് വളരെ സുന്ദരനായിട്ടുണ്ട് എന്നൊരു കള്ളമായിരുന്നു താൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അതൊരു തമാശയായിട്ട് എടുക്കുകയായിരുന്നു ജീനാനും. പിന്നീട് ബെഡിൽ കിടക്കുന്ന സമയത്ത് അവൾക്ക് അവന് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ നൽകുകയാണ്. നേരത്തെ അവളുടെ ക്യാമറയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതൊക്കെ ഓർത്തിരുന്നിട്ടുണ്ടായിരുന്ന അവനും അവൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ക്യാമറയായിരുന്നു മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആക്കുന്നു. കൂടാതെ അവനെ കിസ് ചെയ്യുകയാണ്. അവനോട് തന്റെ അടുത്ത് നിന്ന് പോകരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഒന്നിച്ചായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീക്കുന്ന അവളും ആദ്യം അവനെ കണ്ടൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് പോകുവാനായിട്ട് അവളും റെഡിയാക്കുന്നു. ജീനാനും അവളുടെ ഷോപ്പിന്റെ അഡ്രസ്സ് മാനേജർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഹോലിയുടെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കുവാനായിട്ടായിരുന്നു അയാൾ പ്ലാൻ ചെയ്തതും. ഇപ്പോൾ കൊറിയർ സർവീസിനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ബേയും സാധനങ്ങൾ താൻ തന്നെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് നിർബന്ധിക്കുന്നു. ഇപ്പോൾ കഫേയുടെ മുമ്പിലൊക്കെ ബേ എത്തി കഴിയുമ്പോഴത്തേക്കും ജീനാനും ഹൂലിയും ഒന്നിച്ച് അതിന് വെളിയിൽ നിൽക്കുകയായിരുന്നു. സോ ബെയിനെ കണ്ടിട്ടുണ്ടായിരുന്ന ജീനാനും പെട്ടെന്ന് തന്നെ ഹൂലിനെ അകത്തേക്ക് കയറ്റുന്നു. കൂടാതെ ബേയ് വന്നത് സാധനങ്ങളൊക്കെ നൽകുവാനായിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും അതൊക്കെ എടുക്കുവാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. പിന്നീട് ഹൂലിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽമെറ്റ് ബെയും അവളുടെ തലയിലായിട്ട് വെച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവളും അതിനെ തടയുന്നു. കൂടാതെ ഇതെല്ലാം തന്നെ ഹൂലി കണ്ടിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും കൂടി സംശയിക്കുകയാണ്. സോ ഹൂലിയും പുറത്തേക്കൊക്കെ ഇറങ്ങി വരുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഒന്നിച്ച് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബെയും അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹൂലി കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുവാനായിട്ട് അവൾക്കും അവന്റെ കൂടെ പോകാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദ്യം വളരെ നോർമലായിട്ടായിരുന്നു ജീനാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നീ ഹൂലിനെ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന കാര്യം എല്ലാം തന്നെ എനിക്കറിയാം. യാങ് ആയിരുന്നു എന്നോട് അതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതും. കൂടാതെ ഞാൻ ഒരിക്കലും ഹുലിനെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് ഹുലിനെ രക്ഷിക്കുവാനായിട്ട് മാത്രമാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് യാങ് എന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ബെയും പറയുന്നു. ഹോലി ഇല്ലാതെ ആകുവാനായിട്ട് യാങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഹുലിനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹൂലി ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യരുതെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. അതല്ലാതെ എനിക്ക് അവന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള വെറുപ്പവും ഇല്ല എന്ന് കൂടി ബേ പറയുന്നു. ബെയുടെ കൂടെ ജിനാൻ പോയതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഹൂലിയും. അങ്ങനെയിരിക്കെ അവന്റെ അടുത്തേക്കായിട്ട് ജിനാന്റെ ഫ്രണ്ടും വരുന്നു. അവരങ്ങനെ ഒന്നിച്ചു പോയതിനെ കുറിച്ചൊക്കെ ജിനാന്റെ ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഹൂലിയും
താൻ അതൊന്നും തന്നെ ഓർക്കുകയായിരുന്നില്ല എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. കൂടാതെ അതിന് ഒരു രീതിക്കുള്ള പ്രാധാന്യവും താൻ കൊടുക്കുന്നില്ല എന്നും പറയുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ജീനാന്റെ ഫ്രണ്ടും എന്നാൽ ഇവനെ ഒന്ന് അസൂയപ്പെടുത്തിയേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ബെയ് വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെ ഒരാള് ജീനാന്റെ അടുത്തുള്ള ഇഷ്ടം കാരണമാണ് ഇതുപോലെ ഷോപ്പിന്റെ മുമ്പിൽ പോലും വന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ജീനനെ പല കാര്യങ്ങളിൽ ഈ ഒരു സൂപ്പർ സ്റ്റാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറും ഒരു ഹെൽപ്പിംഗ് പോലെ എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും ഒരു റൊമാൻറ്റിക് ആംഗിളിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ അവരൊന്നിച്ചിരുന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിക്കാനായിട്ട് കൂടി പോകുന്നുണ്ട്. സോ ഇത് ശരിക്കും ലവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവളും ഇരുന്നത്. ജീനൻ ഹുലിനെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കഫേൽ എത്തിയിട്ടുണ്ടായിരുന്ന അവളും അവനോടായിട്ട് ബെയിനെ കുറിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുന്നു. അവനും അവളും ബെയും തമ്മിൽ പ്രണയത്തിലായിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായിട്ട് ബെയ് നിന്നെ തിരിച്ചറിഞ്ഞു എന്നൊരു കാര്യം മാത്രമായിരുന്നു ജീനാനും അവനോട് പറഞ്ഞത്. അന്ന് രാത്രി ഉറങ്ങുവാൻ സാധിക്കാതിരുന്നിട്ടുണ്ടായിരുന്ന അവനും ജീനാന്റെ റൂമിലേക്ക് എത്തുന്നു. നിലവിൽ ഇന്റർനെറ്റ് ആക്സസ് ഒന്നും കിട്ടാത്ത രീതിക്കുള്ള ഒരു ഫോണൊക്കെ ആയിരുന്നല്ലോ ഹൂലിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ ഹൂലിയും ജീനാന്റെ മൊബൈലൊക്കെ എടുത്ത് അത് അൺലോക്ക് ചെയ്തതിനു ശേഷം ബെയിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആയിരുന്നു ഹൂലിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം തന്നെ അവൻ കാണുന്നത്. സോ ഞാൻ ശരിക്കും ഹൂലി ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ ജീനാൻ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ അവനും ഓർക്കുകയാണ്. ഹോലിയുടെ തന്നെ ഒരു സോങ് ഒക്കെ പാടിക്കൊണ്ടായിരുന്നു അവൻ കുക്ക് ചെയ്തത്. അത് കേട്ടിട്ടുണ്ടായിരുന്ന അവളും അവൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോ എന്ന് സംശയിക്കുന്നു. എങ്കിൽ പോലും വളരെ നാച്ചുറൽ ആയിട്ട് മാത്രമായിരുന്നു ഹോലി നിന്നത്. കൂടാതെ നീയല്ലേ പറഞ്ഞത് ബെയ് എന്നെ തിരിച്ചറിഞ്ഞു എന്ന്. അങ്ങനെ ഇരിക്കെ ബെയിനെ ഒന്ന് കോൾ ചെയ്തിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ബെയുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും മെമ്മറീസ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നാലോ എന്ന രീതിക്കാണ് ഹോലി പറയുന്നത്. ബെയ് വളരെ ബിസി ആണെന്നൊക്കെ പറയുവാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബെയിനെ കോൾ ചെയ്തേ മതിയാകൂ എന്ന് ഹൂലിയും വാശി പിടിക്കുന്നു. ജീനാനും അവനെ കോൾ ചെയ്തിട്ട് ബിസിയാണെങ്കിൽ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ബെയ്യും ഇപ്പോൾ ഹുലിനെ കാണുവാനായിട്ട് തയ്യാറായിരുന്നു. സോ ബെയ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന അഡ്രസ്സിലേക്ക് ഹൂലിയും ജീനാനും കൂടി എത്തുന്നു. കൂടാതെ ഹൂലി നേരത്തെ ഉപയോഗിച്ച അതേ ബൈക്കൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ബെയ് എത്തിയിട്ടുമുള്ളത്. ബൈക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ഹൂലിയും ഞാനിത് എവിടെയോ കണ്ടതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു, ഇത് എന്റെ ആയിരുന്നു എന്ന രീതിക്ക് അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് എന്റേതാണെന്ന് ബെയ്യും പറയുന്നു. അങ്ങനെ ഇരിക്കെ അവർ ഒന്നിച്ച് അതിനകത്തേക്കും കടക്കുന്നു. ഹോലിയും ബെയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നത് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും ബോക്സിംഗ് ഒക്കെ ട്രൈ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ബെയിനെ തോൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹൂലിയാണ്. ഹൂലി വളരെ സീരിയസ് ആയിട്ടായിരുന്നു ബോക്സിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നതും. എന്തായാലും ഇത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്ന രീതിക്ക് ജീനാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ വല്ല എലിമീസും ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇവന്റെ അടുത്ത് ഇങ്ങനെ ഇടിക്കുവാനായിട്ടൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും പോവുകയാണ്. പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്ത് വെച്ച് ബെയിനെ കണ്ടിട്ടുണ്ടായിരുന്ന ഹൂലിയും അവനോട് തനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നൊക്കെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ജീനാൻ തന്റെ അടുത്ത് കള്ളമൊക്കെ പറഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയിക്കില്ല, അതൊക്കെ ജീനാനോട് നേരിട്ട് ചോദിക്കണമെന്നാണ് ബെയും പറയുന്നത്. ഹോലി നിലവിൽ ഡിപ്രഷൻ മൂലം സൂയിസൈഡ് ചെയ്തു എന്ന രീതിക്കായിരുന്നല്ലോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നീ സൂയിസൈഡ് ചെയ്യുവാനുള്ള കാരണമൊക്കെ നീ തന്നെ മനസ്സിലാക്കി പുറത്ത് കൊണ്ടുവരണമെന്നും ബെയ് പറയുന്നു. ഇപ്പോൾ നീ തിരിച്ച് ആക്ടിങ്ങിലേക്ക് വന്നിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും തന്നെ നിന്നെ മറന്നു കാണുമെന്ന് ബെയ് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ആൾക്കാർ എന്നെ മറന്നു കാണുകയില്ല എന്ന് ഹോലിയും മറുപടി കൊടുക്കുകയാണ്.